നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കർക്കിടക മാസം 1-ാം തീയതിയാണല്ലോ. അപ്പോൾ കർക്കിടക പുലരിയിൽ മഴയോട് കൂടിയിട്ടാണ് ഇന്നത്തെ കർക്കിടക മാസം അല്ലേ. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ നല്ല ശക്തമായ മഴയായിരുന്നു കേട്ടോ. അപ്പോൾ കർക്കിടകത്തിൽ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, സാധാരണ അങ്ങനെയല്ലേ. അപ്പോൾ ഇന്നലെ വരെ നല്ല കടുത്ത വെയിലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നോക്കുമ്പോൾ നല്ല മഴ കേട്ടോ. ഞാൻ എണീറ്റപാട് വേഗം കുളിക്കണം എന്ന് വിചാരിച്ചാണ്. മഴ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുളി പിന്നത്തേക്ക് മാറ്റി. ഞാനതൊക്കെ അവിടെയൊക്കെ വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ. പാത്രങ്ങളൊക്കെ അന്നത്തെ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചു. അത് കഴിഞ്ഞിട്ട് രാവിലെ നൂൽപുട്ടാണ്. അപ്പോൾ കുറച്ച് വൈകിട്ടാണ് കേട്ടോ എഴുന്നേറ്റത്. ഇന്ന് കുറച്ച് വൈകി, മഴയൊക്കെ ആയതുകൊണ്ട് എണീക്കാനും ഒരു മടി. അങ്ങനെ എന്നാലും 5:30 ആകുമ്പോഴേക്കും എണീറ്റിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ നൂൽപുട്ടിന് വേണ്ടിയിട്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നൂൽപുട്ടിൻ്റെ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, പിന്നെ ചൂടുവെള്ളം അടുപ്പത്ത് വെച്ചു കേട്ടോ. ചൂടുവെള്ളമല്ല, വെള്ളം അടുപ്പത്തേക്ക് വെച്ചു. അതിന് ശേഷം പിന്നെ അടുപ്പിലെ വെണ്ണീരൊക്കെ വാരി കേട്ടോ. അടുപ്പിലെ വെണ്ണീരൊക്കെ വാരാണ്. എന്നിട്ട് അടുപ്പൊക്കെ ഒന്ന് നല്ലോണം തുടച്ചിട്ടു കേട്ടോ. ഇപ്പം ഇനി കറിയൊക്കെ അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ അടുപ്പൊക്കെ വൃത്തിയാക്കി വരുമ്പോഴേക്കും നമ്മൾ ആ വെള്ളം തിളച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, പത്തിരി ഉണ്ടാക്കണം എന്നാണ് കേട്ടോ ആദ്യം തീരുമാനിച്ചത്. പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പൊടിയൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ മോഹനേട്ടൻ പറഞ്ഞു പത്തിരി വേണ്ട, വിനുക്കുട്ടനെ നൂൽപുട്ടല്ലേ ഇഷ്ടം, അതുകൊണ്ട് നൂൽപുട്ട് തന്നെ ആക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നൂൽപുട്ട് ഇഷ്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉള്ളി ഉരുളക്കിഴങ്ങ് കൊണ്ട് വിനുക്കുട്ടൻ ഇഷ്ടമാണ്. അപ്പോൾ ഉള്ളി ഉരുളക്കിഴങ്ങും കൂടെ ഒരു ഇഷ്ടവും വെക്കാം, നൂൽപുട്ടും ഉണ്ടാക്കാമെന്നുള്ള രീതിയിലേ. പിന്നെ ഞാൻ അടുപ്പത്ത് കുറച്ച് എന്ത് ചെയ്തു, ആ അടുപ്പത്ത് വെള്ളം അത്രയും വേണ്ടി വന്നില്ല മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ടേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് എനിക്ക് ജീരകവെള്ളം വെച്ചു. അപ്പോൾ മോനോട് പറഞ്ഞു നല്ല തണുപ്പ്, നീ എനിക്ക് ചായ വെച്ച് തന്നു, ഞാൻ കുളിക്കാൻ പോവായിരുന്നേ. ഇപ്പോൾ എന്നോട് പറഞ്ഞു നീ ചായ വെച്ച് തന്നിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ ചായ മോഹനേട്ടന് വെച്ച് കൊടുത്ത ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ വിളക്ക് കത്തിച്ചു, നാരായണിയൊക്കെ വായിച്ചു. അതിന് ശേഷം അടുപ്പ് കത്തിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, കൂട്ടാൻ അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് വിനുക്കുട്ടൻ എണീറ്റിട്ടില്ല കേട്ടോ. നല്ല രസമാണ് ഇനി അങ്ങോട്ട്. വിനുക്കുട്ടൻ എണീറ്റിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് രാവിലെ മോനേട്ടനെ ചായ വെച്ച പാത്രം ഉണ്ടല്ലോ, അത് കഴുകിയില്ല. അപ്പോൾ അത് കഴുകാൻ നിന്നാൽ കുളിക്കാൻ വൈകുമെന്ന് വിചാരിച്ചിട്ടാണ് അതവിടെ വെച്ച് പോയി. എന്നിട്ട് കുളി കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഞാനത് കഴുകി വെക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു. പിന്നെ അപ്പോഴേക്കും എന്തായി, നമ്മൾ പത്തിരി അല്ല, നൂൽപുട്ട് എന്ന് പറഞ്ഞാൽ ഇടിയപ്പത്തിന് മാവ് അവിടെ റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ നല്ലോണം കുഴച്ചെടുത്തു ഇടിയപ്പത്തിൻ്റെ റെഡിയാക്കാണ് കേട്ടോ. നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സേവകനാഴിയിൽ അത് പീച്ചിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് വിൻകൂട്ടൻ എണീറ്റ് വന്നത്. അപ്പോൾ ഞാൻ വിൻകൂട്ടനോട് പറഞ്ഞു, ഏതായാലും അവന് കാലിന് പരിക്കായതുകൊണ്ട് കുറച്ച് ദിവസമായി സ്കൂളിൽ പോകാത്തത്, ഒരു 3-4 ദിവസമായി അവൻ സ്കൂളിൽ പോകാണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നും കൂടെ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച അവനെ സ്കൂളിൽ വിടാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ എണീറ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും മോൻ രാവിലെ തന്നെ കുളിച്ചോ, കുളി കഴിഞ്ഞാൽ പിന്നെ മോൻ ഇരിക്കുകയോ കിടക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് കുളിക്കാനൊക്കെ പറഞ്ഞ് വിട്ടതാണേ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ കുളിച്ച് വന്നപ്പോൾ ഇവൻ പറയണം, അപ്പോൾ ഏകദേശം ആയിട്ടോ സമയം, എനിക്ക് സ്കൂളിൽ പോകണം തന്നെ ഒരൊറ്റ വാശി. അപ്പോൾ സ്കൂളിൽ പോവുകയാണെങ്കിൽ ഇവന് കൊടുത്തു വിടാമെന്ന് എന്താ ചെയ്യുക. അപ്പോൾ ഞാൻ വിചാരിച്ചു നൂൽപുട്ട് തന്നെ കൊടുത്തു വിടാം, കറിയും കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് കുറച്ച് നേരം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എനിക്ക് സ്കൂളിൽ പോകണം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അപ്പോഴേക്ക് കൂട്ടാനായി അതിൽ അരിക്ക് വെള്ളം വെച്ച് അരിയും കഴുകി അങ്ങോട്ട് ഇട്ടു കേട്ടോ. ഇനിയിപ്പോൾ അത് അവിടെ കിടന്ന് ആയിക്കോട്ടെ, തീ ഉണ്ടല്ലോ. അപ്പോൾ അതിനുശേഷം പിന്നെയും ഞങ്ങൾ പറഞ്ഞു മോൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൻ അതൊന്നും കേട്ടില്ല. പിന്നെ എനിക്ക് സമാധാനമുണ്ട്, നൂൽപുട്ടാണ്, ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കുകയും ചെയ്തിട്ട് അവന് സ്കൂളിലേക്ക് കൊടുത്തു വിടുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തിനിപ്പോൾ പോകണോ മോനെ, എന്തിനാണ് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ എന്ത് ചെയ്തു, 2 ദോശ ഉണ്ടാക്കി വെച്ചു. അപ്പോഴേക്കും നമ്മൾ അരി വേഗം വേവ് കിട്ടോ ഈ പൊന്നി അരി. അപ്പോൾ അരിയും വാർത്തു. അതൊക്കെ കഴിഞ്ഞ് വിൻകുട്ടന് ഭക്ഷണം കൊടുത്തു. വിൻകുട്ടന് കൊണ്ടുപോകാനുള്ളതൊക്കെ കൊടുത്തപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവനെ കൊണ്ടാക്കാൻ പോവാണ് കേട്ടോ. കാരണം അവന് വയ്യാണ്ടല്ലേ. മോനേട്ടനും ഞാനും കൂടിയാണ് ഇവനെ സ്കൂളിലേക്ക് കൊണ്ടാക്കി കൊടുത്തത് കേട്ടോ. അങ്ങനെ സ്കൂളിൽ കൊണ്ടാക്കി കൊടുത്ത് വന്ന് അപ്പോഴേക്കിൻ്റെ സമയം 10 മണി. എന്നിട്ടാണ് ഞാനും മോഹനേട്ടനും ഭക്ഷണം കഴിച്ചത് കേട്ടോ. മോനേട്ടൻ പറഞ്ഞു കാർ എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്, മഴയായിരുന്നു, നല്ല മഴയായിരുന്നു. പിന്നെ പോയി വന്ന ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, ഭക്ഷണം കഴിച്ചു. മോനേട്ടൻ്റെ ഓഫീസിലേക്ക് പോയി. ഞാൻ എന്ത് ചെയ്യാണ്, പാത്രമൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ. ഏകദേശം പാത്രമൊക്കെ കഴിയുമ്പോഴേക്ക് 10 മണി കഴിഞ്ഞിട്ടുണ്ട്. 10 മണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുപ്പിൽ വെക്കണം കറികളൊക്കെ എന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് ലൈവിന് ഇരിക്കാൻ വൈകുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വേഗം തന്നെ പാത്രമൊക്കെ കഴുകുകയാണ്. പാത്രമൊക്കെ കഴുകി അടുപ്പത്ത് തന്നെ വെക്കാം. മത്തനാണ്, അപ്പം ഗ്യാസ് അധികം ചിലവാകുന്നില്ല. ഇനിയിപ്പോൾ യുദ്ധം വീണ്ടും തുടങ്ങി, ഗ്യാസ് കിട്ടാനൊക്കെ പ്രയാസമാണെന്ന് കണ്ടപ്പോൾ പേടിയായതുകൊണ്ട് അടുപ്പ് തന്നെ വീണ്ടും ഉപയോഗിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു മത്തൻ കൂട്ടാനല്ലേ വേഗമാവുമെന്ന് വിചാരിച്ചിട്ട് മത്തൻ അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് കുറച്ച് മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. മോരൊഴിച്ച കൂട്ടാനാണ് വെക്കുന്നത്. അപ്പം വേഗം ആവും ചെയ്യുമല്ലോ. മത്തനൊന്നും വേവാൻ വലിയ പ്രയാസമില്ല. ഞാൻ അടുപ്പിൽ വെച്ചിട്ട് ആ ടേസ്റ്റ് ഉണ്ടല്ലോ, ഈ അടുപ്പിൽ ചട്ടിയിൽ വെച്ചിട്ട് ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ.
പക്ഷെ ഇവൻ ഇങ്ങനെ പെട്ടെന്ന് സ്കൂളിൽ പോകണം പറയുന്നു, ഞാൻ അറിയുന്നില്ല. അതാണ് ആകെ നേരം വൈകിപ്പോയത്. ഇവനെ കൊണ്ട് പോകണ്ടേ, സ്കൂളിലേക്ക് കൊണ്ടുപോകണ്ടേ. അപ്പോൾ അവനെ കൊണ്ടാക്കി കൊടുത്തു. ഇനി വേഗം കൂടെ എടുത്തിട്ട് കാലുകൊണ്ടൊക്കെ ഓടി വീണ്ടും വയ്യാതാവുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ടീച്ചറെ ഏൽപ്പിച്ചു. ഗുളിക കഴിക്കാനുണ്ടായിരുന്നു, അതൊക്കെ ടീച്ചറെ ഏൽപ്പിക്കണമല്ലോ. ഇവൻ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാനും പോയത്. ഇനിയിപ്പോൾ വൈകുന്നേരം അവന് കൂട്ടിക്കൊണ്ടുവരും വേണം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ കൂട്ടാൻ മാറ്റി വെച്ചു. അപ്പോൾ പിന്നെ ഉപ്പേരിയാണ് കേട്ടോ, കൊത്തവര കൊണ്ട് ഉപ്പേരിയാണ്. അതൊക്കെ മോഹനേട്ടൻ രാവിലെ അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വിൻകൂട്ട സ്കൂളിൽ പോയില്ലേ, ഇവൻ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് അമ്മ, അവൻ കിടക്കുകയാണെങ്കിൽ അമ്മ അടുത്ത് കിടക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ മടിയാണെന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം പണികളൊക്കെ തീർത്താൽ അവൻ്റെ അടുത്ത് ഇരിക്കുകയും എനിക്ക് ലൈവ് പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം പണി ചെയ്യാമെന്ന് വിചാരിച്ച് ഇതൊക്കെ നേരത്തെ ആക്കാൻ വിചാരിച്ചത്. പക്ഷെ ഒക്കെ താളം തെറ്റിപ്പോയി, നമ്മൾ വിചാരിച്ച പോലെയല്ല. പിന്നെ എല്ലാം വൈകിയില്ലേ, അവനെ കൊണ്ടാക്കി വന്നിട്ടപ്പോൾ വൈകി. നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും ഓരോ ദിവസവും നടക്കുക. പിന്നെ രാവിലെ അടിച്ചു വാരിയുണ്ട്, കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, അടുക്കളയിലെ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയ ശേഷം വന്നിട്ട് തുടച്ചു കേട്ടോ. എല്ലാം തുടച്ചു. ലാസ്റ്റാണ് കേട്ടോ അടുക്കളയൊക്കെ തുടച്ചു. എല്ലാം ഒതുക്കിയ ശേഷം അടുക്കളയൊക്കെ തുടച്ചു, ഒക്കെ വൃത്തിയാക്കി വെച്ചു കേട്ടോ. ഇനി അലക്കാനുണ്ട്. മഴ കാരണം എന്താണ്, ഇപ്പോൾ മഴ നിന്നിട്ടില്ല. മഴ കാരണം എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക്, പിന്നെ പുറത്തുനിന്ന് അലക്കാൻ പറ്റില്ല. അപ്പോൾ അത് മെഷീനിലിട്ട് അലക്കണം. അപ്പോൾ അതാണ്. അപ്പോഴേക്ക് ഉപ്പേരി ആയിട്ടോ, ഞാൻ തുടച്ച് കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഉപ്പേരി റെഡിയായി. അപ്പോൾ ഉപ്പേരിയിൽ എന്ത് ചെയ്തു, തേങ്ങയൊക്കെ ഇട്ട് ഉപ്പേരി റെഡിയാക്കി വെച്ചിട്ടോ. അപ്പോൾ അങ്ങനെ കൂട്ടാനും ഉപ്പേരി ഉണ്ട്. പിന്നെ ഒരു സാലഡ് ഉണ്ട് കേട്ടോ. സാലഡ് രാവിലെയും നുറുക്കി ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. കക്കിരിക്കയും ക്യാരറ്റും ഉള്ളിയും പിന്നെ കുറച്ച് തൈരൊക്കെ ഒഴിച്ചിട്ട് ഒരു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മോഹനേട്ടൻ രാവിലെ അതൊക്കെ നുറുക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാക്കി ഫ്രിഡ്ജിൽ വെച്ച്, പുറത്ത് വെച്ചിട്ടില്ല. പുറത്ത് വെച്ചാൽ ഈ അണുങ്ങ് എന്ന് പറഞ്ഞ ചെറിയൊരു പ്രാണിയില്ലേ, അതിങ്ങനെ വരും, അതൊക്കെ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ കണ്ടില്ലേ, ഇതൊക്കെ അടുക്കളയൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട്. അപ്പോൾ സമയം 11:15 11:15 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 11:30 ലൈവിന് വരണമല്ലോ. പിന്നെ ഞാൻ പോയിട്ട് പിന്നെ ഞാനൊന്ന് കൈയും കാലും മുഖമൊക്കെ കഴുകി, കാരണം ആകെ നനഞ്ഞു, പാത്രമൊക്കെ കഴുകിയിട്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ട് അലക്കാൻ ഇടുകയാണ് കേട്ടോ. മെഷീനിൽ തന്നെ ഇടാം, എന്നാൽ പിന്നെ വേഗം അലക്കി കഴിയുമല്ലോ. മഴപ്പാറിലുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അത്രയും കുറച്ചേ ഉള്ളൂ അലക്കാൻ. ഞാൻ കല്ലുമ്മല അലക്കാന്നൊക്കെ വിചാരിച്ചായിരുന്നു. പിന്നെ അതൊക്കെ അവിടെ വെച്ചു. പിന്നെ കുറച്ച് കംഫർട്ട് ഒഴിക്കുക. കംഫർട്ടിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി, കുറച്ച് അധികമായിപ്പോയി കേട്ടോ. അവിടെ ആകെ തൂവിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന്. എന്തോ പെട്ടെന്ന് നമ്മളെന്തോ ചിന്തിക്കുമല്ലോ, എപ്പോഴും മനുഷ്യൻ്റെ സ്ഥിതിയില്ല, എന്തോ ചിന്തിച്ചതാണ്. അപ്പോഴേക്കും അത് കയ്യിൽ നിന്ന് വിട്ടുപോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ ലൈവിന് ഇരിക്കുകയാണ് കേട്ടോ ചെയ്യുക. ഈ ഒരു കറക്റ്റ് ടൈമിൽ ഞാനൊരു 11:45 ലൈവിന് ഇരുന്നിട്ട് ഒരു 2 മണി വരെ ഞാൻ ലൈവിൽ ഇരിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ പോയത്. അങ്ങനെ ലൈവൊക്കെ കഴിഞ്ഞ് വന്ന് മോഹനേട്ടനൊക്കെ വന്നു. അപ്പം ഇനി ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ മോഹനേട്ടന് ചോറ് കൊടുത്ത ശേഷം എന്ത് ചെയ്യാണ്, ഞാൻ ചോറ് കഴിക്കുകയാണ് കേട്ടോ. ചോറും കൂട്ടാനും ഉപ്പേരിയും സാലഡും ഒക്കെ കൂട്ടിയിട്ട് ഊണ് കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല കൂട്ടാനായിരുന്നു കേട്ടോ. മത്തനും മോരൊഴിച്ച് വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് പുളി അധികമായതുകൊണ്ട് ഞാൻ കുറച്ച് മധുരം, കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടപ്പോൾ ആ ഒരു പുളിയും മധുരമൊക്കെ കൂടെ നല്ല ഒരു അടിപൊളി കാളൻ, നല്ല രസകാളൻ അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉപ്പേരി പിന്നെ സാലഡ്, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഊണ് കഴിക്കട്ടെ. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. സാലഡ് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ നല്ല തണുപ്പുണ്ടാവുമല്ലോ, എനിക്ക് നല്ല ഇഷ്ടമാണ്. അതെല്ലാം കൂടെ കൂട്ടി സാലഡൊക്കെ ഞാൻ കുറേ കൂട്ടും കേട്ടോ. ഉപ്പേരിയും സാലഡൊക്കെ ഞാൻ കുറേ എടുക്കും. പിന്നെ നല്ല വിശപ്പും ഉണ്ട്, കാരണം 1 മണിയായില്ലേ. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂട്ടി അടിപൊളിയായിട്ട് ഊണ് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം, എന്നെ ലൈക്കും കമൻറ്റും സബും ഷെയറും ഒക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സി യു.